നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഞാന് ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമന്റ് കണ്ട് അത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതിൽ വന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: നാഗസൈരന്ധ്രിയെ ഹെൽപ്പ് ചെയ്യണം, അവർ ഗതികെട്ടാണ് ജീവിക്കുന്നതെന്ന്. ശരിക്കും നിങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെല്ലാം പോട്ടെ, ഗതികെട്ടാണ് നാഗസൈരന്ധ്രി ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയ ആളിൽ നിന്നും ഇന്ന് വരെ ഒരു സഹായവും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആ കമന്റ് ഇതിനോടൊപ്പം പോസ്റ്റ് ചെയ്യുകയാണ്. ഈ എഴുതിയിട്ട ആള് വേറെ ആളുകളോട് പറയുകയാണ് സഹായിക്കണമെന്ന്. എന്നാലും അയാള് നേരിട്ടിറങ്ങി എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് വരുന്നില്ല. അയാളുടെ കണ്ണിൽ ഞാൻ ഗതികെട്ടായിരിക്കും ജീവിക്കുന്നത്. അതായത് ഞാൻ മീൻസ് നാഗസൈരന്ധ്രി എന്ന് പറയുന്ന വ്യക്തി ഗതികെട്ടായിരിക്കും ജീവിക്കുന്നത്. എന്നിട്ടും അത് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ആ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ആ ആള് നേരിട്ട് വന്നൊരു സഹായവുമായിട്ട് ഇതുവരെ നാഗസൈരന്ധ്രിയുടെ അടുത്ത് എത്തിയിട്ടില്ല. വേറെ ആളുകളെ പ്രേരിപ്പിച്ചു വിടുകയാണ്, വേറെ ആളുകളോട് ആജ്ഞാപിക്കുകയാണ്. എന്നാലും സ്വന്തമായിട്ട് വന്നൊന്ന് സഹായം ചെയ്യാൻ വയ്യ. അതൊക്കെ പോട്ടെ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ അന്തസ്സായിട്ട് ഇവിടെ എന്റേതായിട്ടുള്ള ജോലി ഞാൻ ചെയ്യുന്നു. ആ ജോലി ചെയ്തിടുമ്പോൾ ഒരു പണിയും വേലയും കൂലിയും ഒന്നും ഇല്ലാതെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിടുന്ന, ഞാൻ അധ്വാനിച്ചിടുന്ന എന്റെ വീഡിയോയിൽ നിന്നും മറ്റു പലരും അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. അതിനെതിരെ മറ്റാരുമില്ല ഒന്ന് സംസാരിക്കാൻ. നാഗ മാത്രമേ ഉള്ളൂ അപ്പോഴും സംസാരിക്കാനായിട്ട്. അതാണ് എന്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന മിക്കതും. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത മരപ്പാഴുകളാണ് ഇവിടെ വന്ന് പറയുന്നത് ഇങ്ങനെ. അല്ലെങ്കിൽ കാര്യമായ രീതിയിൽ ഞാൻ എത്രയോ തവണ എന്റെ വീഡിയോ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീഡിയോസുകളും എന്റെ ആഡിയോ സംസാരങ്ങളും പലരും കട്ടെടുത്തോണ്ട് പോയി. അതായത് അവരാരും ജോലി ചെയ്യുന്നില്ല. അവരാരും ജോലി ചെയ്യാതെ ഞാൻ ജോലി ചെയ്ത് ഇടുന്നത് എടുത്തുകൊണ്ട് പോയാണ് പലരും വീഡിയോ ആക്കുന്നതും വരുമാന മാർഗവും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നെ ഗതികെട്ടവളാക്കി തീർക്കുക, എന്റെ മനോഹരമായ കാവ്യങ്ങളെ കട്ടെടുത്തോണ്ട് പോവുകയാണ് ചിലർ ചെയ്യുന്നത്. മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇടുന്ന കാര്യത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെതിരെ ഞാൻ സംസാരിക്കുന്നു. അപ്പൊ മോഷ്ടിച്ചുകൊണ്ട് പോയി അവരുടേതാക്കി ഇടുന്നവർക്ക് വിലയും നിലയും ഉണ്ട്. അവരെ കലാകാരെന്ന് വിളിക്കുന്നു, അവരെ സമൂഹത്തിൽ ഉന്നതരെന്ന് വാഴ്ത്തുന്നു. ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടേക്കുന്നത് ആരാണ്? നാഗസൈരന്ധ്രിയാണ്. ജോലി ചെയ്യുന്നത് മുഴുവൻ നാഗസൈരന്ധ്രിയും, ക്രെഡിറ്റ് മുഴുവൻ ഈ ജോലി ചെയ്ത് ഇട്ടോണ്ട് പോകുന്ന ഇട്ട വക കട്ടെടുത്തോണ്ട് പോയി വലിയ ക്യാമറ ആവുകയും ചെയ്യുന്നവരെ കലാകാരെന്ന് വിളിക്കുന്നു. ഇതെവിടുത്തെ ന്യായമാണ്? അവരതിലൂടെ സമ്പത്തും പണവും അതും ഇതും എല്ലാം കരസ്ഥമാക്കുന്നു. നിങ്ങൾക്ക് ഈ കമന്റ് എഴുതുന്നവർക്ക് ഇത്തിരിയെങ്കിലും ബുദ്ധി വേണോടോ, യുക്തിബോധം വേണം. നാഗയുടെ ജീവിതം ഒരു മഹാകാവ്യമായിട്ട് ഇവിടെ ഇടുമ്പോൾ അതിനെ എടുത്തോണ്ട് പോയി ത്രെഡാക്കി മറ്റൊരു കഥാരൂപമാക്കി തീർക്കുന്ന അവർക്ക് അതിന്റെ പേയ്മെന്റ് പോലും കൊടുക്കാതെ. യൂട്യൂബ് ചാനലുകാരും ഇത് തന്നെയായിരുന്നു പണ്ട് മുതലേ ചെയ്തിരുന്നത്. മനസ്സിലായോ? നാഗയുടെ ജീവിതം വെച്ചായിരുന്നു അവരും പൈസ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ സിനിമയിലും. അപ്പോൾ ആ സിനിമാക്കാരെ വലിയ കലാകാരെന്നും ക്യാമറെന്നും വിളിക്കുന്നു. അവരാണെന്ന് പോലും സമ്പത്തിന്റെ ഉടമ. നാഗ ഇവിടെ ജോലി ചെയ്തിട്ടേക്കുന്ന നാഗയുടെ ജീവിതത്തെയാണ് ഇവിടെ ജീവിക്കുകയാണ്, ജീവിതമാണ്. ആ ജീവിതത്തെയാണ്, സ്വന്തം ജീവിതത്തെ തന്നെ കലയാക്കി മാറ്റുകയും
സ്വന്തം ജീവിതത്തെ തന്നെ ഉപജീവനമാക്കി മാറ്റുകയും ചെയ്യുന്ന നാഗയുടെ ഉപജീവനത്തെ മറ്റുള്ളവർ കട്ടെടുത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയി അവർ വലിയ കലാകാരും സമ്പന്നരും അതും ഇതും ഒക്കെ ആയി തീരുകയാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢികളാണ് നിങ്ങളെപ്പോലുള്ളവര്, ഈ കമന്റ് എഴുതുന്നവര്. ഗതികെട്ട് ജീവിക്കുന്നു പോലും. ഞാൻ നല്ലൊരു കലാകാരിയാണ്. എന്റെ മഹാകാവ്യങ്ങളാണ് ഞാൻ ഇവിടെ കുറിച്ചിടുന്നത്. ആ മഹാകാവ്യങ്ങളെയാണ് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോയി കലയാക്കി മാറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നിന്നെ പോലെയൊക്കെ ഉള്ളതിന് എന്ത് പറഞ്ഞാലൊക്കും. അതെല്ലാം പോട്ടെ, നീ അവിടെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, അവരെ സഹായിക്കൂ എന്ന് പറഞ്ഞോണ്ട്. എന്നാലും നിനക്ക് എന്നെ ഒന്നൊന്ന് സഹായിക്കാൻ വയ്യ. എന്ത് വിവരക്കിടക്കെയാ വിളിച്ച് എഴുതി ഇടുന്നതെന്നാ എനിക്കറിയാൻ മേലാത്ത കുറ്റകള്.